ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോവാം. അങ്ങനെ അതെ, നമ്മൾ ലയണും ടൈഗറും അവരുടെ ഒരു അതെ അവിടെ ഡ്രോയിങ് പറഞ്ഞ അതെ മിയ പറഞ്ഞു ഒരു ഇത് ഉണ്ടാക്കാനും ഒരു മെഡിസിൻ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ടോ. അവർ കയ്യിലൊരു അവർ ഡ്രോയിങ് മതി വരക്കായിരുന്നു. അവർ ഡ്രോയിങ് മതി വരച്ചായിരുന്നു. പിന്നെ ഐഡിയ നോക്കിയായിരുന്നു. അപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുവാന്ന്. അപ്പോൾ രണ്ടുപേരോട് പറഞ്ഞു, ടൈഗറിൻ്റെയോടും ലയനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഞാൻ ചെയ്ത മാതിരി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട് അവർ കൈ വെച്ചായിരുന്നു. അതെ, അവർ അച്ച് വെച്ചിട്ട് ഒരു പാത്രം ഒരു സാധനം ഉണ്ടാക്കിയ സോപ്പ് വീട്ടിൽ വെക്കുന്ന മതി ഒരു പാത്രം അതുണ്ടാക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടായിട്ട് ശരി നാളെ ആക്കുമ്പോൾ ഇത് കുറച്ച് ഉണങ്ങും എന്ന് പറഞ്ഞു മിയ അവിടുന്ന് പോയി. രണ്ട് ലയനക്കും ടൈഗർക്കും മനസ്സിലായില്ല ഈ എന്തിട നടക്കുന്നായിരുന്നു. അപ്പോൾ കഷ്ടോ എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ രണ്ട് തത്ത വന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. മിയക്ക് ഒന്നും മനസ്സിലായി. എന്തിനു വഴക്കുണ്ടാക്കണമെങ്കിൽ രണ്ടുപേര് എന്താ പ്രശ്നമോ ഇവനോട് കേട്ട് ഇല്ല എന്ത് പ്രശ്നം നിനക്കറിയോ? ആടില്ല, ആടുണ്ട്. ആട് അതെ അവിടെ അതിന് വലിയ തത്ത പറയാൻ തുടങ്ങി. ഞാനൊരു പോയായിരുന്നു ഒരു പ്ലേസ്. ആ പ്ലേസിൽ ഒരു ആടുണ്ടായിരുന്നു. എന്ത് ആടിൻ്റെ രോമങ്ങൾ എടുത്ത് ഇങ്ങനെ കച്ചടാക്കുന്ന അതിനൊരാട്. എന്താടത് അറിയില്ല. ആട് പാവം എന്ന് പറയായിരുന്നു. അതെ ആട് എന്ത് ആടിൻ്റെ പേര് എന്ത് ആട് ഇത് ജമിനി ആട് എന്തോ ഒരാട് ആട് അത് ആട് പറഞ്ഞാൽ അങ്ങനെ ചെമ്മിനാടല്ലോ. അതിനെടുക്കാൻ പോയി ആ വീട്ടിൻ്റെ ഓണർ അതിനെ തച്ച് ശരിയാക്കുക. പാവം ആടുക്ക് കുറച്ച് പ്ലേസ് വേണമായിരുന്നു എന്ന് പറയായിരുന്നു. ഞാൻ ആട് വെച്ചിട്ട് എന്താ ചെയ്യുക, നിങ്ങളെ വെച്ച് ഏത് കഷ്ടപ്പെടുന്നത് ഞാൻ, അതൊക്കെ എന്താ ജോലി കൊടുക്കുക എന്നപ്പോൾ കേൾക്കായിരുന്നു മിയ. പാവം ആട്, അത് കണ്ടാൽ ഞങ്ങൾ കഷ്ടം. ഇത് കേട്ട് മുതലൊക്കെ സാഡായിരുന്നു. അയ്യോ ഇതൊരു കഷ്ടമുണ്ടോ, ശരി നീ പോയി എടുത്തോണ്ട് വാ, ഞങ്ങൾ പ്ലേസ് ഉണ്ടാക്കാം എന്ന് പറയായിരുന്നു. അത് കേട്ട് ആടിന് വിളിച്ചോണ്ട് വന്നായിരുന്നു. ആട് വിളിച്ചോണ്ട് വന്ന് അവിടെ പ്ലേസ് കൊടുത്തന്നെ മുതല പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞു കേട്ടേ, എന്നെ മതി വേറെ ആരോ വന്ന് അവർ വീട്ടിലൊക്കെ ഒന്ന് പോകണ്ട പേടിച്ച് തിന്നു. ഞാൻ മുതലായ ഞാൻ മുതലായ എനിക്കിനി അടുത്ത ജമ്മോ എനിക്ക് മുതലാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ മുതലല്ല, എനിക്ക് പവർ കിട്ടും എന്ന് പറഞ്ഞു മുതല ഒരു ഫ്രൂട്ട് കൊടുത്തായിരുന്നു. അതൊക്കെ എല്ലാ ഫ്രൂട്ട് കഴിച്ചു. അതൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നു. മുതല പറയായിരുന്നു എല്ലാവരും കേട്ട വയസ്സ് ജാസ്തി എനിക്കാ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് മുതല പറഞ്ഞ ഒരു പ്ലേസ് പോയിരുന്നു. മുതല അവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പ എനിക്ക് ഹ്യൂമനാവാൻ പറ്റുമെന്ന് മുതല പറയുന്നായിരുന്നു. അതെപ്പാ നീ തെറ്റും നിറയെ ചെയ്തിട്ട് എല്ലാം നല്ല കാര്യം ചെയ്തു. ശരി ഓക്കെ എന്ന് മുതല നിനക്ക് വയസ്സായി പോയി. ശരി എപ്പോൾ പോകുന്നു ഞാൻ പറയാം എന്ന് പറയായിരുന്നു. ശരി ഇപ്പോൾ ഒന്നും ആയില്ലല്ലേ ഏനുണ്ടുപ്പാ എന്ന് പറയായിരുന്നു. മുതല സമാധാനമായിട്ട് പേരക്ക് വന്നായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഫിറ്റസ് നമ്പർക്ക് ഹീറോയിനെ കണ്ടവർക്ക് പിടിച്ചായിരുന്നു. ആനിമൽസ് അത് കണ്ട അവരും ആനിമൽസ് കൂടി ജോലി ചെയ്യുമായിരുന്നു. അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ട്സ് മതിയായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് മാരേജ് പ്രൊപ്പോസ് വന്നായിരുന്നു. മിയ കൺഫ്യൂസ് ആയിരുന്നു. എന്തായിരുന്നു മിയക്ക് വായിക്കിളി പോയ മതിയായിരുന്നു മിയ. അതൊന്നും ശരിയാവില്ല. മിയ ഓടിപ്പോയായിരുന്നു. അയ്യോ ഇത് മുതൽ എന്നോട് വന്ന് കേട്ടായിരുന്നു. മിയനെ കണ്ടോ ഇന്ന് ആറും കേട്ടായിരുന്നു. മുതല കേൾക്കായിരുന്നു. എന്താ പറ്റി നടന്ന കാര്യം പറഞ്ഞു. അയ്യോ ഇതാണ് പ്രശ്നം. അങ്ങനെയായിട്ട് പോയായിരുന്നു. ഗൊറില അമ്മ എന്ന് വച്ച മഴ മിയ ഓടി പോയായിരുന്നു. ഗൊറിൻ്റെ മേലെ കയറിയായിരുന്നു. എന്ന് കയറിയായിരുന്നു. ഗൊറിലൊക്കെ ഷോക്കായിരുന്നു. എന്ത് പറ്റിയാലും കൂട്ടാക്ക എന്ത് പറ്റി നിങ്ങൾ വിളിച്ച് ഗൊറില പറഞ്ഞിട്ട് എന്ത് പറ്റി എൻ്റെ കൂട്ടി കരിയാ എന്ത് പറ്റി കേക്ക് എന്ന് പറഞ്ഞു. ഗൊറില നടന്ന കാര്യം പറഞ്ഞു. ഗൊറില ഷോക്കായിരുന്നു. ഓ അതാണ് പ്രശ്നം, ശരി ബാ എന്ന് പറഞ്ഞ് ഗൊറില പോയി ഒളിപ്പിച്ചായിരുന്നു. ഗൊറില ആറമ്മ കേട്ടായിരുന്നു. എൻ്റെ കൊച്ചിനൊക്കെ എന്തടാ എന്ന് പറയായിരുന്നു. അങ്ങനെ ആറമ്മക്ക് മനസ്സിലായി മിയ അവിടെ ഒന്നും എന്ന്. മിയൻ്റെ ഷൂ ചെരുപ്പല്ലേ കണ്ടായിരുന്നു. അതെ അങ്ങനെ ഗൊറിലോട് നടന്ന കാര്യം പറഞ്ഞു. ഗൊറിലക്ക് മനസ്സിലായി. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മിയ പഠിച്ചിട്ടാവട്ടെ പിന്നെ നമുക്ക് മാരേജ് നോക്കാം എന്ന് ഗൊറില പറഞ്ഞായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പം മിയക്ക് മാരേജ് നടക്കാൻ പോകുന്നത് എന്ന് പറയുക ബീച്ച് സൈഡ് മാരേജ്. എല്ലാ ആനിമൽസും വന്നിട്ട് ബീച്ച് സൈഡ് മാരേജ് നടക്കുന്നത്. അതെ ബീച്ച് സൈഡാണ്. കുറച്ചൊരു ഗാർഡൻ മതി. അങ്ങനെ നിറയെ ആനിമൽസ് വന്നായിരുന്നു മിയൻ്റെ മാരേജിക്ക്. അത് കുറച്ച് മിയ മെങ്ങിയ പ്ലേസ് കുറച്ച് ഗാർഡൻ മതി. മിയ വേറെ ഒരു പ്ലേസ് മെങ്ങിയായിരുന്നു. ഇല്ല നിറയെ ആൾ വേറെ പ്രശ്നം വരുമായിരുന്നു. മിയ കുറച്ച് ഗാർഡൻ മെങ്ങിയ കൊണ്ട് ആ ബീച്ചിക്ക് വന്നായിരുന്നു. എല്ലാ ആനിമൽസൊക്കെ ഹ്യൂമൻ ആകാൻ പറ്റും. മാജിക് യൂസ് ചെയ്തിട്ടാണ് മിയ വന്നത്. ആ ഗാർഡനക്ക് ആനിമൽസ് പറയാതാണ്. ശരി മിയ ഞങ്ങൾ ആ ഗാർഡനക്ക് പോവാം, ആരും വരില്ല എന്ന് പറഞ്ഞ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒരു കടൽ നോടിലാണ് മിയാനോട് പറഞ്ഞായിരുന്നു. ആനിമൽസ് മെൻഷനായിട്ട് മിയനെ കാണാൻ വരും പറഞ്ഞായിരുന്നു.
അതിപ്പോൾ മിയക്ക് മാരേജ് അങ്ങനെയായിട്ട് എല്ലാ ആനിമൽസും വന്ന് പാട്ട് പാടായിരുന്നു. നിറയെ മനസ്സ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ആനിമൽസിൽ വന്ന് ചേരുന്ന ആനിമൽസിൽ വന്നിട്ടുണ്ട്. അല്ല ഫുഡ് കൊടുക്കുന്നത് കുറച്ച് കോമഡിയെല്ലാം ഉണ്ട്. അങ്ങനെ ഗൊറിലോസ് ആനിമൽസ് സത്തന്മാർ എല്ലാവരും പാട്ട് പാടായിരുന്നു. അങ്ങനെ അവർ ഭാഷയിൽ അത് പാടാം. അത് മിയാക്കും നല്ല മനസ്സിലാവും, വേറെ ആർക്കും മനസ്സിലാവും. എൻ്റെ മമ്മിക്ക് ഡാഡിക്കും മിയ എല്ലാവർക്കും തീസ് മെമ്പേഴ്സ്ക്ക് എല്ലാവർക്കും അറിയും. അങ്ങനെയായിട്ട് ജോലിയായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ട് മാരേജായി. ഇപ്പം നമുക്ക് മുതലെന്ന് നോക്കാം. മുതല പറയാൻ തുടങ്ങി. അപ്പാ എനിക്ക് നല്ല സുഖത്തിലുണ്ട്. അങ്ങനെ മിയ ആ പ്ലേസിൽ തന്നെയാണ്. മിയ ഒരു ബീച്ച് സൈഡ് കടൽ സൈഡ് ഒരു പ്ലേസ് മേങ്ങിയായിരുന്നു. മിയ ഒരു ഐലാൻഡ് മേങ്ങിയായിരുന്നു, ഒരു ഗാർഡൻ മതി അവിടെ വെച്ച് മിയ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് വലിയ കപ്പലുണ്ടായിരുന്നു മിയക്ക്. അതിൽ മിയ പോയിട്ട് വരും ഇതാക്കൂ. അങ്ങനെ മിയ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകണമെങ്കിൽ മിയക്ക് കുട്ടികൾ ചെയ്യണം. കുട്ടികൾ കൂടെ ജോലിയായിട്ട് ചെയ്തത്. ഇപ്പോൾ കുട്ടികൾ വളർന്നോളെ അങ്ങനെ കരടിസിനെ കാണാൻ വേണ്ടിയിട്ട് മിയ പോകാറുണ്ട്. അതുകൊണ്ട് മിയ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ വളർന്ന് വലുതായി. ഇപ്പം കുട്ടികൾക്കെല്ലാം 13 വയസ്സായി. അതുവരെ ഇപ്പോൾ കുട്ടികൾ പിന്നെ വേറെ കുട്ടികളുണ്ട് മിയക്ക്. അതിനായിട്ട് ആ പ്ലേസിൽ വന്നായിരുന്നു. അങ്ങനെ മുതലനെ കാണാൻ പറ്റും. മുതലനെ കണ്ടിട്ട് പോയായിരുന്നു. മുതല വയസ്സായി. അതിനെ അവിടെ മുതല സംസാരിച്ചിട്ട് മുതല അവിടേക്ക് പോയി. അതിൻ്റെ ജീവൻ പോയി. അതുകൊണ്ട് മുതല സാഡായിട്ട് എല്ലാവർക്കും സാഡായിരുന്നു. അങ്ങനായിട്ട് സോൾ പോയിട്ട് ആകാശത്തിൽ ഒരു ഫാരി വന്ന് ആ സോൾ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു നാൾ ഭയങ്കര സാഡായിരുന്നു. മിയ പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾ നോക്കണം കുട്ടികളെടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു മിയ. അങ്ങനെ മിയ ജോലിയായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ പിന്നെ പഴയ സ്റ്റോറി എഴുതാൻ തുടങ്ങിയായിരുന്നു. അതിൽ മിയാൻ്റെ കുട്ടി പറയായിരുന്നു, മോം ഞാൻ സ്റ്റോറി എഴുതാൻ പോവാം. ആറമ്മൻ്റെ പോയി പറയുന്നത് ഞാൻ സ്റ്റോറി എഴുതാൻ പോവാം മമ്മീൻ്റെ സ്റ്റോറി എന്ന് പറയായിരുന്നു. ആറമ്മ ടേഡായിട്ട് വന്നായിരുന്നു. എന്താണ് നീ പറയുന്നത് ഡാഡി, മമ്മി ഇത് പറഞ്ഞ് സ്റ്റോറി എഴുതാൻ പോവാം. ആറമ്മ ഇതിൽ കുറേ കോമഡി പറയായിരുന്നു. ആറം ഇത് കേട്ടിട്ട് ബേബീസ്ക്ക് ടെൻഷനായിരുന്നു. മമ്മീൻ്റെ സ്റ്റോറി നല്ല സ്റ്റോറിയാണ്, ഡാഡീൻ്റെ എന്ത് മൊക്കെ സ്റ്റോറി പറയാം. പിന്നെ ആറമ്മനെ കളിയാക്കായിരുന്നു. അങ്ങനെ മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്റ്റോറി. ഭയങ്കര ഹാപ്പി ആയിരുന്നു മിയ. ഡേയ്സ് പോകത്തുടങ്ങി. മിയ പറഞ്ഞ സ്റ്റോറി ചെയ്താൽ ഗാർഡന് വേണ്ടി ഗേൾ ബേബി മിയൻ്റെ ഗാർഡൻ അതെല്ലാം മിയൻ്റെ ഗേൾ ബേബി നോക്കായിരുന്നു. അതെ മിയൻ്റെ ഗേളിൻ്റെ പേര് മിനി എന്ന പേരാണ്. മിനിയാണ് നോക്കുന്നത്. ഹീറോയ്ക്ക് ഹാപ്പി എൻഡിങ് സ്റ്റോറി.